ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വലിയ വിവാദങ്ങളിലൊന്ന് ഒരു വാക്പോരാണ്. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മുഹമ്മദ് ഷമിയും അതുപോലെ ചീഫ് സെലക്ടറായ അജിത് അഗാർക്കറും തമ്മിലുള്ള വാക്പോരാണത്. നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഷമിയെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഷമി കുറച്ചുകൂടി റെസ്പെക്റ്റ് അർഹിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്നു. സത്യത്തിൽ ഇനിയൊരു തവണ കൂടി ഗ്രൗണ്ടിൽ തീപ്പന്തുകളുമായി എതിരാളികളെ അരിഞ്ഞു വീഴ്ത്തിയിരുന്ന മുഹമ്മദ് ഷമി എന്ന താരം അദ്ദേഹം ഇന്ത്യൻ ടീമിൽ ഇനി കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നതാണ് കഴിഞ്ഞ സെലക്ഷന് ശേഷം നമുക്ക് കിട്ടിയ സൂചന. നമ്മളത് ചർച്ച ചെയ്തിരുന്നു. ഈ വർഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ഇന്ത്യൻ ബോളറായ ലോകകപ്പുകളിൽ ജസ്പ്രീത് ബുംറയേക്കാൾ ഒരുപക്ഷെ ഇന്ത്യ ആശ്രയിച്ചിരുന്ന ഷമിയെ ഇങ്ങനെ അവഗണിച്ചതിനെക്കുറിച്ച് നമ്മൾ ആ സമയത്ത് ഒരുപാട് തോരാതെ ചർച്ച ചെയ്തിരുന്നു. 2023 ലോകകപ്പിലെ ഐതിഹാസിക പ്രകടനങ്ങൾക്ക് ശേഷം പരിക്കിൽ നിന്നും തിരിച്ചു വന്ന ഇന്ത്യൻ ടീമിന്റെ പടിവാതിലിൽ പലതവണ മുട്ടിയിട്ടും ഷമിയെ അത്രയൊന്നും പരിഗണിക്കാതിരുന്ന പേരിനൊരു ചാമ്പ്യൻസ് ട്രോഫിയിൽ മാത്രം അവസരം നൽകിയ ഇന്ത്യൻ സെലക്ടർമാർ, വിശിഷ്യ അജിത് അഗാർക്കർ, ഹർഷിത് റാണിക്കും മറ്റുമൊക്കെ വേണ്ടി ഈ ചാമ്പ്യൻ ബോളറെ അവോയ്ഡ് ചെയ്തിരുന്നതിലെ അനീതി നമ്മൾ ആ സമയത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ചിൽ നടന്ന ICC ചാമ്പ്യൻസ് ട്രോഫിയിലാണ് മുഹമ്മദ് ഷമി അവസാനമായി ഇന്ത്യക്ക് വേണ്ടി ഏകദിനം കളിച്ചത്. ആ ടൂർണമെന്റിലെ വിക്കറ്റ് വേട്ടക്കാരിൽ സ്പിന്നർ വരുൺ ചക്രവർത്തിക്കൊപ്പം ഷമിയും ഉണ്ടായിരുന്നു കൂടുതൽ വിക്കറ്റ് എടുത്ത താരം. 2023 ഏകദിന ലോകകപ്പിന് ശേഷം കണങ്കാലിന് ശസ്ത്രക്രിയക്ക് വിധേയനായിരുന്നു ഷമി. ഏറെ നാളത്തെ വിശ്രമത്തിന് ശേഷം കളത്തിലേക്ക് പിന്നീട് മടങ്ങിയെത്തിയെങ്കിലും വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കും ഇംഗ്ലീഷ് സീരീസിലും OC സീരീസിലും ഒന്നും അദ്ദേഹത്തെ പരിഗണിച്ചിരുന്നില്ല. സെലക്ഷന്റെ സമയത്ത് ഷമിയെ എന്തുകൊണ്ട് ടീമിലേക്ക് പരിഗണിച്ചില്ലെന്ന ചോദ്യത്തിന് മുഖ്യ സെലക്ടറായ അജിത് അഗാർക്കർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ആഭ്യന്തര ക്രിക്കറ്റിൽ അധികമൊന്നും ഇദ്ദേഹം കളിച്ചിട്ടില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടെ ബംഗാളിന് വേണ്ടി ഒരു മത്സരവും ദുലീപ് ട്രോഫിയിൽ ഒരു മത്സരവുമാണ് ഷമി കളിച്ചത്. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച് ഫോം തെളിയിക്കേണ്ടതുണ്ട് എന്നാണ് അജിത് അഗാർക്കർ ഷമിയുടെ ഒമിഷനെ കുറിച്ച് പറഞ്ഞത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ചിരുന്നിട്ടും കിവീസിനെതിരെയോ ഓസീസിനെതിരെയോ നടന്ന പരമ്പരയിൽ അവസരം നൽകാതിരുന്ന ചീഫ് സെലക്ടർ അജിത് അഗാർക്കറാണ് ഈ ഒരു കാര്യം ആ സമയത്ത് പറഞ്ഞത്. അങ്ങനെ ഈ ഒരു സെലക്ഷൻ സമയത്ത് ഓസീസിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിലേക്ക് പരിഗണിക്കാതിരുന്നതിൽ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർക്ക് മറുപടിയുമായി ഗ്രൗണ്ടിലെ പ്രകടനം കൊണ്ടും വാക്കുകൊണ്ടും പേസർ മുഹമ്മദ് ഷമി രംഗത്തെത്തിയതാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ സംഭവ വികാസം. ഉത്തരാഖണ്ഡിനെതിരായ മത്സരത്തിൽ 2 ഇന്നിംഗ്സുകളുമായി 7 വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട് ബംഗാളിന്റെ വിജയത്തിൽ നിർണായക സംഭാവന നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഷമി അഗാർക്കറുടെ പരാമർശങ്ങൾക്ക് മറുപടി നൽകിയത്. അഗാർക്കർ എന്ത് വേണമെങ്കിലും അങ്ങ് പറഞ്ഞോട്ടോ എന്നും താൻ ഫിറ്റാണോ എന്ന് ഈ മത്സരം കണ്ട നിങ്ങൾക്കെല്ലാം ബോധ്യമായല്ലോ എന്നുമായിരുന്നു ഷമി ഈ മത്സരശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാം, വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കും ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുമുള്ള ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കാതിരുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് സെലക്ഷൻ തന്റെ കയ്യിലല്ലെന്നും തന്റെ തനിക്ക് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ബംഗാളിന് വേണ്ടി രഞ്ജി ട്രോഫി കളിക്കാൻ താൻ ഇറങ്ങില്ലല്ലോ എന്നും ഷമി നേരത്തെ ഈ മത്സരത്തിന് മുമ്പ് നൽകിയ അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു. സെലക്ഷനെ കുറിച്ച് പറഞ്ഞ് വിവാദമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും 4 ദിവസം നീളുന്ന രഞ്ജി ട്രോഫി കളിക്കാമെങ്കിൽ തനിക്ക് 50 ഓവർ മാത്രമുള്ള ഏകദിനങ്ങളിലും കളിക്കാനാകുമെന്നും ഷമി ആ സമയത്ത് പറഞ്ഞു. ഫിറ്റ്നസിനെ കുറിച്ച് ആരും തന്നോട് ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല എന്നും അങ്ങോട്ട് പോയി പറയുന്നില്ല എന്നും ആ സമയത്ത് ഷമി വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രഞ്ജി ട്രോഫിയിൽ ബംഗാളിനായി കളിക്കാനിറങ്ങിയത്. ആ ഒരു മത്സരത്തിൽ മിന്നി തിളങ്ങുകയും ചെയ്തു ഷമി. ഈ ഒരു മത്സരത്തിൽ 2 ഇന്നിംഗ്സിൽ നിന്നുമായി 7 വിക്കറ്റാണ് ഷമി ബംഗാളിനായി നേടിയത്. ആദ്യ ഇന്നിംഗ്സിൽ 3 വിക്കറ്റുമായി ഫോമിന്റെ സൂചന നൽകിയ ഷമി 2ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റുകൾ കൂടി സ്വന്തമാക്കുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 14.5 ഓവറിൽ വെറും 37 റൺസ് വഴങ്ങി 3 വിക്കറ്റുകൾ നേടിയപ്പോൾ 2ാം ഇന്നിംഗ്സിൽ 24.4 ഓവറിൽ വെറും 38 റൺസ് വഴങ്ങിയാണ് ഷമി 4 വിക്കറ്റുകൾ എറിഞ്ഞിട്ടത്. 72 റൺസുമായി അവരുടെ ടോപ്പ് സ്കോററായ ക്യാപ്റ്റൻ കുനാൽ ചന്ദേല, സുജിത്, അഭയ് നേഘി, ജൻമെജെ എന്നിവരുടെ വിക്കറ്റുകളാണ് ഷമി എറിഞ്ഞിട്ടത്. അദ്ദേഹത്തിന്റെ ബോളിംഗ് മികവിൽ ഉത്തരാഖണ്ഡിനെ 265 റൺസിന് ഓൾ ഔട്ട് ആക്കാൻ ബംഗാളിന് സാധിച്ചു. നേരത്തെ 1ാം ഇന്നിംഗ്സിൽ ബംഗാൾ 110 റൺസിന്റെ ലീഡ് നേടിയിരുന്നു. 8 വിക്കറ്റിന് ഷമിയുടെ മികവിൽ ബംഗാൾ ഈ മത്സരം വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഷമിയുടെ ഫിറ്റ്നസ് മൂലമാണ് ഈ ടീമിൽ തിരഞ്ഞെടുക്കാതിരുന്നതെന്ന സെലക്ടർ അജിത് അഗാർക്കറിനുള്ള ഗംഭീര മറുപടിയാണ് ഷമി ബോളിങ്ങിലൂടെ നൽകിയത്. അയാൾ എന്ത് വേണമെങ്കിലും ഒന്ന് പറയട്ടെ, ഞാൻ ബോൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടതാണ്, നിങ്ങളുടെ കണ്ണിന് മുന്നിലുള്ളത് വിലയിരുത്തുക എന്നാണ് മത്സരശേഷം ഷമി പറഞ്ഞത്. ആ വാക്കുകൾ ഇങ്ങനെയാണ്. മത്സരം തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന ഷമിയുടെ കമന്റുകൾക്ക് നേരത്തെ അഗാർക്കർ കഴിഞ്ഞ ഒരു ഇവന്റിൽ മറുപടി നൽകിയിരുന്നു. മുഹമ്മദ് ഷമി മാച്ച് ഫിറ്റായിരുന്നെങ്കിൽ അദ്ദേഹം ഇന്ന് ടീമിനൊപ്പം ഉണ്ടാകുമായിരുന്നു. അവനത് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ, താൻ ഫിറ്റാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിന് മറുപടി നൽകുമായിരുന്നു.
സോഷ്യൽ മീഡിയയിൽ ഷമി എന്താണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ഞാനത് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു. താരങ്ങൾക്ക് എപ്പോഴും എന്നെ ഫോണിൽ വിളിക്കാം. മിക്ക കളിക്കാർക്ക് വേണ്ടിയും എൻ്റെ ഫോൺ ഓണാണ്. അദ്ദേഹം ഫിറ്റാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഷമിയെ പോലുള്ള ഒരു ബോളറെ ടീമിൽ ഉൾപ്പെടുത്തിക്കൂടാ? കഴിഞ്ഞ 6 മുതൽ 8 മാസത്തിനുള്ളിൽ അദ്ദേഹം ഫിറ്റല്ലെന്ന് ഞങ്ങൾ കണ്ടെത്തിയിരുന്നു. താൻ കളിക്കുന്ന സമയത്ത്, അതായത് അഗാർക്കർ കളിക്കുന്ന സമയത്ത് ആരും ഒരിക്കലും ദേശീയ സെലക്ടറെ ഫോൺ വിളിക്കുമായിരുന്നില്ല. പക്ഷേ കാലം മാറി. ഷമി സ്ഥിരമായി ഫോൺ ചെയ്യാറുണ്ട്. ടീമിൽ എടുക്കാത്തപ്പോൾ യുവ കളിക്കാരിൽ നിന്നും പലപ്പോഴും ഫോൺ കോളുകൾ തനിക്ക് ലഭിക്കാറുണ്ട്. പൂർണ്ണമായും സത്യസന്ധതയോടെയാണ് ഞാൻ ടീമിനെ തിരഞ്ഞെടുത്തത് എന്നാണ് അഗാർക്കർ കഴിഞ്ഞ ദിവസം ഒരു ഇവന്റിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞത്. ഇതിന് മറുപടിയുമായിട്ടാണ് ഈ ഒരു മത്സരത്തിന് ശേഷം ഷമി രംഗത്തെത്തിയത്. അയാൾ എന്ത് വേണമെങ്കിലും അങ്ങ് പറയട്ടെ, ഞാൻ എങ്ങനെ ബോൾ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതെല്ലാം നിങ്ങളുടെ കൺമുന്നിലാണ് നടക്കുന്നത് എന്ന ഷമിയുടെ പ്രസ്താവന. ഏതായാലും ഇരുവരും തമ്മിലുള്ള വാക്പോര് വേറെ ലെവലിൽ എത്തിയതോടെ ഇനി എന്താകുമെന്ന സംശയത്തിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. ഷമിക്ക് മറുപടിയുമായി ഇനി അജിത് അഗാർക്കർ എത്തുമോ, അതോ അഗാർക്കറിന് ഒരു പ്രതികാര ബുദ്ധി തോന്നി എന്നേക്കുമായി മുഹമ്മദ് ഷമിയുടെ ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലുകൾ അങ്ങ് കൊട്ടിയടക്കുമോ എന്ന സംശയത്തിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. ജീവിതത്തിലും ക്രിക്കറ്റിലും നിരവധി ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വന്ന താരമാണ് ഷമി. പരിക്കുകൾ അദ്ദേഹത്തെ വിരമിക്കലിന്റെ വക്കിൽ വരെ എത്തിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. മുമ്പൊരിക്കൽ രോഹിത് ശർമ്മയുമായുള്ള ഇൻസ്റ്റഗ്രാം ലൈവ് സെഷനിൽ കടുത്ത സമ്മർദ്ദവും വ്യക്തിപരമായ പ്രശ്നങ്ങളും ഉണ്ടായ കാലഘട്ടത്തിൽ 3 തവണയെങ്കിലും ആത്മഹത്യ ചെയ്യാൻ താൻ ആലോചിച്ചിരുന്നതായി ഷമി വെളിപ്പെടുത്തിയിരുന്നു. ഇതിനെല്ലാം തരണം ചെയ്താണ് തൻ്റെ 55ാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ തന്നെ ഷമി 200 വിക്കറ്റ് എന്ന നാഴികക്കല്ല് പിന്നിട്ടത്. കഴിഞ്ഞ ലോകകപ്പുകളിൽ സമാനതകളില്ലാത്ത വിധം അടരാടിയത്. തീയിൽ കുരുത്തവനാണ് അയാൾ. 64 ടെസ്റ്റിൽ നിന്നും 229 വിക്കറ്റുകളും 108 ഏകദിനത്തിൽ നിന്നായി 206 വിക്കറ്റുകളും 27 T20 വിക്കറ്റുകളുമുണ്ട് അയാളുടെ അന്താരാഷ്ട്ര കിറ്റിൽ. ബംഗാളിനൊപ്പം അയാൾ ഇപ്പോൾ കാഴ്ചവെക്കുന്ന പ്രകടനം തീർച്ചയായും അയാളുടെ ഒരു റിവഞ്ചായോ സ്വയം തെളിയിക്കാനുള്ള പോരാട്ടമായോ ഒക്കെ എണ്ണാം. റിവഞ്ച് ഈസ് എ കൈൻഡ് ഓഫ് വൈൽഡ് ജസ്റ്റിസ് എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ളത്. ഷമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നീതിക്കായുള്ള പോരാട്ടം തന്നെയാണ്. റിവഞ്ച് ഈസ് ദ ആക്ട് ഓഫ് പാഷൻ, വെഞ്ചൻസ് ഓഫ് ജസ്റ്റിസ്.